അംഗീകാരങ്ങളുടെ സ്വീകരണങ്ങളുടെ ഒരു നല്ല കാലമുണ്ടായിരുന്നു. പ്രതാപത്തിന്റെ ആ നല്ല നാളുകൾ പോയി മറഞ്ഞു കഴിഞ്ഞു. പ്രവിശാലമായ രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകൾ അധിനിവേശങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഭൂമികൾ പോലും ചാവേറുകളുടെ ടാർജറ്റാണിന്ന്. ഇരട്ട നീതിയുടെ അപശബ്ദങ്ങൾ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആർത്ത് കരയുന്ന ബാല്യങ്ങളും അത്താണിയില്ലാത്ത വൈധവ്യങ്ങളും നമ്മുടെ മുന്നിലെ മായാ കാഴ്ചകളാണ്. ഇസ്ലാമോഫോബിയ ഹൃദയങ്ങളെ കീഴടക്കുന്ന മഹാമാരിയാണിന്ന്. പുഞ്ചിരിച്ചിരുന്ന ചുണ്ടുകൾ വിദ്വേഷത്തിന്റെ മൗനങ്ങളിലേക്ക് വഴിമാറുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീഡിയ സംശയത്തിന്റെ, വിദ്വേഷത്തിന്റെ പുത്തൻ എപ്പിസോഡുകളുമായി നിരന്തരം നമുക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പരിഹാരത്തിന്റെ ചില തുരുത്തുകൾ അന്വേഷിക്കുകയാണ് നാം. ഇരുട്ടിന്റെ മറവിലെ ഖറില്ല യുദ്ധമുറകളോ, അപക്വമായ വിദ്വേഷ പ്രഭാഷണങ്ങളോ, ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യങ്ങളില്ലാത്ത അലച്ചിലുകളോ, കേവലം വൈകാരിക പ്രകടനങ്ങളോ അല്ല ഇതിന്റെ പരിഹാരം. മറിച്ച് തെറ്റിദ്ധരിച്ചവരോട് തുറന്ന് സംസാരിക്കാൻ നാം സമയം കണ്ടെത്തണം. മനുഷ്യ മനസ്സുകളുടെ മിനി സ്ക്രീനുകളിൽ മിന്നിത്തിളങ്ങുന്ന ചിത്രങ്ങളിലെ ഇസ്ലാം മായ്ക്കുകയും വേദഗ്രന്ഥവും പ്രവാചകനും മനുഷ്യ ചരിത്രത്തെ പഠിപ്പിച്ച മഹാസന്ദേശങ്ങളെ അവർക്ക് കൈമാറുകയും ചെയ്യണം. അത് ബാധ്യതയാണ്. ഉഹദ് യുദ്ധഭൂമിയിലെ സ്വഹാബത്ത് പ്രവാചകനെ സംരക്ഷണത്തിന്റെ മനുഷ്യമതിൽ തീർത്തതുപോലെ നമുക്കിന്ന് ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ആയുധത്തിന്റെയും ആക്രമണത്തിന്റെയും അകമ്പടിയോടുകൂടെയുള്ള രക്തരൂക്ഷിത പോരാട്ടങ്ങളല്ല, മറിച്ച് മനുഷ്യ മസ്തിഷ്കങ്ങളോടുള്ള സ്നേഹ സംഭാഷണങ്ങൾ. വളരെ ശക്തമായ ചില ചോദ്യങ്ങൾ, വേറെ ചില ഉത്തരങ്ങൾ. അവക്ക് മനുഷ്യനെ തിരുത്താൻ കഴിയും. അതുകൊണ്ട് തുറന്ന സംസാരങ്ങൾക്കു വേണ്ടി ജനലക്ഷങ്ങളുടെ വീടുകളിലേക്ക് കയറിയെത്തുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷിതത്വം, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, തെറ്റിദ്ധാരണകളില്ലാത്ത സാമൂഹിക ഘടന എല്ലാം രൂപപ്പെടാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ പ്രഖ്യാപിച്ച മഹാസംരംഭം ആന്റി ടെററിസം അവെയ്ക്കനിംഗ് ഡേ 2016 ഒക്ടോബർ 16 ഞായർ കേരളത്തിലെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ. താങ്കൾ മാത്രം അന്ന് വീട്ടിൽ വിശ്രമിക്കുന്നവനോ ജോലിത്തിരക്കും മറ്റു കാരണങ്ങളും പറഞ്ഞ് മാറി നിൽക്കുന്നവനോ ആകരുത്. ഇത് ഒരു മഹാദൌത്യമാണ്, ഉന്നതമായ ശ്രമമാണ്. വീട്ടിലെ ഗേറ്റും കടന്ന് മൃതശരീരം പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ള സമ്പാദ്യമാണ്. ഈ ദൌത്യത്തിൽ താങ്കളും കണ്ണിചേരുക. അല്ലാഹു അനുഗ്രഹിക്കും.